അതെ, ഇന്നിപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 2018 ശേഷം ആ ലോക്ക്ഡൗണിന് ശേഷം വലിയ രീതിയിൽ ചിന്താഗതികളിലും കാഴ്ചപ്പാടിലും സ്വപ്നങ്ങളിലും അഭിപ്രായങ്ങളിലും ഒക്കെ വലിയൊരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കല്യാണത്തിന് വരെ വിമുഖത കാണിക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ ഇന്ന് കൂടുതലും കാണുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അവർക്ക് ലോകം കാണണം. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ കാണുന്നു. അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്, അതൊരു ഫാക്ടർ. പിന്നെ എനിക്ക് തോന്നുന്നു സമൂഹം ആസ് സച്ച് ഇപ്പോൾ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വിമുഖത വരുന്നത്. എന്നാലും ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു തവണ മാത്രമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, കഴിവ്, ടാലൻറ്റ്, സ്ട്രെങ്ത് എല്ലാം ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് നോക്കാതെ ലോങ് ടേം ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് സ്ത്രീകളുടെ ആണെങ്കിലും നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ വളരെ സങ്കടവശാൽ കാണുന്ന എല്ലാ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനാണ്. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ സൊല്യൂഷൻസും നമ്മൾ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ നമുക്ക് ലഭിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു റിജക്ഷനോ തോൽവിയോ പരാജയമോ നോ എന്ന് പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ കൂടുതൽ സമ്മർദ്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഷർ കാരണം കൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഈ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കാതെ ലോങ് ടേം നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും.